നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഡൽഹിയിലെ പുതിയ മന്ത്രിസഭ അധികാരം നിൽക്കുകയാണ്. അതീഷ് മൗലാനയുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ നാളെ അധികാരം നിൽക്കും. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മുൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അദ്ദേഹം ചില ദിവസങ്ങൾക്ക് മുമ്പാണ് മോചിതനായത്. അത് പുറത്തേക്ക് വന്ന ഉടനെ രാജിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. താൻ രാജിവെച്ചതോടൊപ്പം തന്നെ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ചിലരുടെ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. പഴയ മന്ത്രിസഭയിൽ 7 പേരുണ്ടായിരുന്നെങ്കിൽ പുതിയ മന്ത്രിസഭയിൽ 6 പേരായിരിക്കും ഉണ്ടായിരിക്കുക. അതിലൊരു ദളിത് മുഖവും കൂടെ പുതുതായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയും. അപ്പം നാളെയാണ് അതീഷ് മന്ത്രിസഭ അധികാരമേൽക്കുന്നത്. അടുത്ത ഫെബ്രുവരി വരെ ഈ മന്ത്രിസഭ തുടരുവാനാണ് നിലവിലുള്ള തീരുമാനം. ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് നിയമസഭയുടെ തെരഞ്ഞെടുപ്പ് നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിയുമ്പോൾ വീണ്ടും ആം ആദ്മി പാർട്ടി വിജയിച്ചാൽ കെജ്രിവാളിനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളതാണ് പൊതുവെയുള്ള AAPയുടെ വികാരം. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ വെറും നാടകമാണ് എന്നുള്ളതാണ് എതിർ പാർട്ടികളൊക്കെ പറയുന്നത്. എന്തു തന്നെയായിരുന്നാലും ഒരു സംസ്ഥാനത്തെ ഭരണത്തോട് ബന്ധപ്പെട്ട് അവിടെ ഒരു ഭരണ സംവിധാനം ആവശ്യമുണ്ട്, ഒരു ഭരണസമിതി, ഒരു സർക്കാർ ആവശ്യമുണ്ട്. ആ സർക്കാരിന് എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചാൽ, വീഴ്ച സംഭവിച്ചാൽ അതിനകത്ത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുള്ളത് കൊണ്ട് ആ തെറ്റുകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അവിടെ വരുത്തേണ്ടുന്ന ക്രമീകരണങ്ങൾ മനസ്സിലാക്കി അവർ വേണ്ട നടപടികൾ എത്രയും വേഗം ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീരിലെ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കാൻ പോകുന്നത് കൊണ്ട് വളരെ വേഗം തന്നെ ഈ കാര്യങ്ങൾക്ക് ഒരു ക്രമീകരണം ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, മുൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഹരിയാനയിലെ പ്രചരണത്തിലുണ്ട് എന്നും മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അവിടെ വളരെ സജീവമായിട്ട് ഈ ദിവസങ്ങളിൽ നിൽക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ദേശീയ മന്ത്രിസഭയ്ക്ക് എല്ലാവിധ പിന്തുണയും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു മന്ത്രിസഭയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ പിന്തുണച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത് എന്നുള്ളത് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്നവർ മനസ്സിലാക്കുക. ഭരണപക്ഷത്തെ കാര്യം കടന്നു വന്നാലും അവരെ നമ്മൾ പിന്താങ്ങേണ്ടതായിട്ടുണ്ട്, അവരെ പിന്തുണയ്ക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും അവരിൽ കണ്ടേക്കാം എന്ന് കരുതി നമുക്കത് തള്ളിക്കളയാനായിട്ടൊന്നും പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ആ നിലയിൽ മാത്രമേ നമുക്കതിനെ കാണാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. മാത്രമല്ല, അന്ധമായ വിരോധം വെറുപ്പും ആരോടും വെച്ച് പുലർത്തേണ്ടുന്ന കാര്യവുമില്ലല്ലോ. ഇതൊന്നും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വ്യക്തിയൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് തന്നെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ആ വിഷയങ്ങളെ അധികരിച്ച് സംസാരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ വലിയ അമിതമായ താല്പര്യമോ പൂർവ്വമൊന്നും പുലർത്തിക്കൊണ്ടല്ല സംസാരിക്കുന്നു എന്നുള്ളത് കൂടെ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നവർ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ്സ്, ആ വീഡിയോയുമായി അനുയോജ്യമായിട്ടുള്ള കമൻറ്റ്സ് മാത്രം രേഖപ്പെടുത്തിയാൽ മതിയാവും. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.